നറുചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം മനുഷ്യനും കാക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുക. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് ഒരു ദിവസം ദേവാലയത്തിലിരിക്കുമ്പോൾ വചനത്തിൽ ഈ പ്രകാരം വായിക്കുന്നത് കേട്ടു. പ്രവാചകന് അപ്പം കൊണ്ട് കൊടുക്കുവാനായി ദൈവമായ കർത്താവ് കാക്കയെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട് കാക്കയെ തിരഞ്ഞെടുത്തു? മനുഷ്യൻ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്ന ഏക പക്ഷി കാക്കയാണ്. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ സൗന്ദര്യബോധമുള്ള ഒരു പക്ഷിയാണ് കാക്ക. മനുഷ്യൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അവൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ കാക്കകൾ താങ്കളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി നല്ല തെളിഞ്ഞ വെള്ളത്തിലിറങ്ങി കുളിച്ച് കൊക്കുകൾ കൊണ്ട് ദേഹത്തെ പൊടികളൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ സൂര്യപ്രകാശത്തിൽ കറുപ്പിന് 7 അഴകുകൾ വരുത്തും. അപ്പോൾ നമ്മൾ ചില കവികൾ ഈ പ്രകാരം പാടുന്നു, കറുപ്പിന് 7 അഴക്. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യനെ പോലെ തന്നെ ഒരു കൂട്ടായ്മയുടെ പക്ഷിയാണ് കാക്ക. ഏതെങ്കിലും ഒരു കാരണവശാൽ അകാരണമായി കാക്കയുടെ ഒരു തൂവൽ കണ്ടാൽ കാക്ക 2 കാക്ക എന്ന് ഒച്ചുകെടുക്കുമ്പോൾ ആ ചുറ്റുവട്ടത്തുള്ള കാക്കകളൊക്കെ കൂടും. മനുഷ്യൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം കിടന്നാലും മനുഷ്യനും ഇതുപോലെ തന്നെ കൂടും. അപ്പോൾ കൂട്ടായ്മയുടെ ഒരു പക്ഷിയാണ് കാക്ക. മനുഷ്യനെ പോലെ തന്നെ എല്ലാ മേഖലകളിലും കണ്ടറിയുവാനുള്ള കഴിവ് കാക്കക്കുണ്ട്. കാക്ക നമ്മൾ കൈയെടുത്താൽ കാക്ക പറന്നു പോകും. കാരണം നമ്മൾ കല്ലെറിയാൻ പോകുന്നതാണെന്ന് ദൂരെ നിന്ന് തന്നെ കാക്ക വീക്ഷിച്ചറിയും. വീണ്ടും കാക്കയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, കാക്ക കൂടുകൾ കെട്ടി ഒരു കുടുംബത്തെ പോലെ തന്നെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളും മനുഷ്യനൊരു കൂടുണ്ടാക്കി അവിടെ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നത് പോലെ കാക്കയും ആ തരത്തിലാണ് ജീവിക്കുക. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനെ പോലെ തന്നെ വളരെ രഹസ്യാത്മകമായിട്ടാണ് അവ ഇണചേരുന്നത് പോലും. നിങ്ങൾ ആരെങ്കിലും കാക്ക ഇണചേരുന്നത് കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവമായിട്ടേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ കാക്കയും മനുഷ്യനും തമ്മിൽ ഒരുപാട് മേഖലകളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് കാക്കയെ മനുഷ്യൻ്റെ ആത്മാവിനോടാണ് അവിടെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഹൈന്ദവ സഹോദരനോ സഹോദരിയോ മരിച്ചു കഴിഞ്ഞാൽ ബലിച്ചോറിട്ട് കാക്ക എന്ന് വിളിച്ചു കഴിയുമ്പോഴേക്കും കാക്കകൾ ഓടിയെത്തി അവ ഭക്ഷിക്കുന്നത് കാണാം. അപ്പോൾ കാക്കയും മനുഷ്യനും തമ്മിൽ ഒരുപാട് മേഖലകളിൽ ബന്ധമുണ്ട്. ദൈവമായ കർത്താവ് ഈ ബന്ധത്തെ നമ്മുടെ മുന്നിലേക്ക് വിശദീകരിച്ചതാണ് എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു. ഈ ചിന്താശകലം നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു.